അമേരിക്കയിലെ പ്രശസ്തമായ അൽക്കാട്രസ് തടവറയിലെ ഒരു ഭക്ഷണ സമയമാണ് സന്ദർഭം. ഫ്രാങ്ക് മോറിസ് എന്നയാൾ തൻ്റെ ഭക്ഷണവുമായി അയാളുടെ കൂട്ടുകാരുടെ ഇടയിൽ വന്നിരുന്നു. മോറിസ് എന്തൊക്കെയോ ശക്തമായ ആലോചനയിലാണ്. നിശബ്ദനായി തന്നെ അയാൾ തൻ്റെ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. ഹേ മോറിസ്, എന്തുപറ്റി നിനക്ക്? കുറച്ചായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? കൂട്ടത്തിലിരുന്ന ജോൺ ആംഗ്ലിൻ എന്നൊരാളാണ് മോറിസിനോട് ഇത് ചോദിച്ചത്. ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചിരുന്ന മറ്റു 2 പേർ കൂടി മോറിസിന്റെ ഉത്തരം കേൾക്കുന്നതിനായി അയാളെ നോക്കി. മോറിസ് പാത്രത്തിൽ നിന്നും ശ്രദ്ധ മാറ്റിയതിനു ശേഷം അവരെ 3 പേരെയും മാറി മാറി നോക്കി. ശേഷം ഗാർഡ്സ് തങ്ങളുടെ അടുത്തെങ്ങാനുമുണ്ടോ എന്നറിയാൻ അയാൾ ചുറ്റിനും നോക്കി. ഓ, അവരെങ്ങും ഇവിടെയില്ല. നീ ഒന്ന് കാര്യം പറ, ക്ഷമ നശിച്ച അലൻ വെസ്റ്റ് എന്നൊരു കൂട്ടാളി മോറിസിനോട് പറഞ്ഞു. മോറിസ് വീണ്ടും തൻ്റെ സ്പൂണിൽ നിന്നും ഭക്ഷണം വായിലേക്ക് വെച്ചുകൊണ്ട് അവരോടായി പതുക്കെ പറഞ്ഞു. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല എത്രമാത്രം വിജയകരമാക്കുവാൻ സാധിക്കുമെന്ന്. പക്ഷേ സഹായത്തിന് നിങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 4 പേർക്കും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. പ്രത്യേകിച്ചൊരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് ഫ്രാങ്ക് മോറിസ് തൻ്റെ ആലോചനയുടെ രഹസ്യം വെളിപ്പെടുത്തിയത്. അലൻ വെസ്റ്റ് എന്ന തടവുകാരൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായത് മോറിസ് കണ്ടു. എന്നാൽ മറ്റു 2 പേരുടെയും മുഖത്ത് മോറിസും അലൻ വെസ്റ്റും കണ്ടത് അത്ഭുതവുമായിരുന്നു. പക്ഷെ എങ്ങനെ ആ സെല്ലിൽ നിന്ന് പുറത്തു കടക്കും? എങ്ങനെ ഇത്രയും ഗാർഡ്സിനെ കണ്ണുവെട്ടിക്കും? ഇനി ഇതെല്ലാം സാധിച്ചാൽ തന്നെ എങ്ങനെ നമ്മൾ ആ വെള്ളം മറികടക്കും? ഇത്രയും തണുത്തുറഞ്ഞ വെള്ളം നീന്തി കടക്കാമെന്നാണോ നീ പറയുന്നത്? കൂട്ടത്തിൽ കൗതുകം ലേശം കൂടുതലായ ജോൺ ആംഗ്ലിൻ എന്നയാൾ ഇതെല്ലാം ഒറ്റ ശ്വാസത്തിലാണ് ചോദിച്ചു തീർത്തത്. ഹേ ജോൺ, നീ ഒന്ന് അടങ്ങ്, മോറിസ് പറയട്ടെ. ജോണിൻ്റെ സഹോദരനായ ക്ലാരൻസ് അയാളെ ശകാരിച്ചു. ഫ്രണ്ട്സ്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെച്ച് എനിക്ക് നിങ്ങളോട് പറയാനാകില്ല. എങ്കിലും ഞാനെല്ലാം നിങ്ങളോട് വ്യക്തമായി തന്നെ പറയുന്നതാണ്. എൻ്റെ നിഗമനപ്രകാരം നമ്മൾ 4 പേരുമുണ്ടെങ്കിൽ ഇത് നമുക്ക് വിജയിക്കാനാകും. ഇപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഒരു തുടക്കവും. വഴിയിൽ വെച്ചുണ്ടാകുന്ന ബാക്കി കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കൂടി നേരിടും, പരിഹരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മോറിസ് ബാക്കി 3 പേരെയും നോക്കി. അവർക്കിടയിൽ വലിയൊരു നിശബ്ദതയുണ്ടായി. ആ നിശബ്ദതയെ തകർത്തുകൊണ്ട് അലൻ വെസ്റ്റ് പറഞ്ഞു. എന്തൊക്കെയാണെങ്കിലും ഞാനുണ്ട്. ഇതെൻ്റെ 2ാമത്തെ തവണയാണിവിടെ. എനിക്ക് മതിയായി. രക്ഷപ്പെട്ടിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാം. സഹോദരങ്ങളായ ജോൺ ആംഗ്ലിനും ക്ലാരൻസ് ആംഗ്ലിനും എതിർ അഭിപ്രായമുണ്ടായിരുന്നില്ല. അവർ മറ്റൊന്നും ചിന്തിക്കുവാൻ നിൽക്കാതെ ഓക്കെ പറഞ്ഞു. കാരണം പ്ലാൻ പറഞ്ഞിരിക്കുന്നത് ഫ്രാങ്ക് മോറിസ് ആണ്. വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ. താൻ കിടന്നിട്ടുള്ള എല്ലാ തടവറകളിൽ നിന്നും രക്ഷപ്പെട്ട മനുഷ്യൻ. അമേരിക്കൻ പ്രിസൺ സിസ്റ്റത്തിൽ പോലും മോറിസ് അറിയപ്പെട്ടിരുന്നത് ദ എസ്കേപ്പ് ആർട്ടിസ്റ്റ് എന്നായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് മോറിസിനെ അന്നത്തെ ഏറ്റവും സുരക്ഷിതമായ എസ്കേപ്പ് പ്രൂഫ് എന്നറിയപ്പെടുന്ന അൽക്കാട്രസ് ജയിലിലേക്ക് സർക്കാർ അയച്ചത്. ഗാണ്ടാൾഫ് എന്ന് പറയുവാൻ പോകുന്നത് ഒരു ജയിൽ ചാട്ടത്തിൻ്റെ കഥയാണ്. 1962 ജൂലൈ 11 ജയിൽ ചാടി അവർ എങ്ങോട്ട് പോയെന്നോ എന്തു പറ്റിയെന്നോ അറിയാതെ പോലീസിനെയും FBI-യെയും കുഴപ്പിച്ച ഒരു ജയിൽ ചാട്ടത്തിൻ്റെ കഥ. തീർച്ചയായും ഈ ജയിൽ ചാട്ടത്തെ വ്യത്യസ്തമാക്കുന്നത് അൽക്കാട്രസ് എന്ന എസ്കേപ്പ് പ്രൂഫ് ജയിലും ഫ്രാങ്ക് മോറിസ് എന്ന എസ്കേപ്പ് ആർട്ടിസ്റ്റ് തടവുകാരനും ഇതിലുള്ളതുകൊണ്ടാണ്. Yes, this is the story of an escape artist prisoner versus an escape proof prison. Welcome to Gandalf's Home. Storyteller Gandalf. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ബേയിൽ നിന്നും 2 കിലോമീറ്റർ അകലെയായി അൽക്കാട്രസ് ദ്വീപിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു തടവറയായിരുന്നു അൽക്കാട്രസ് പ്രിസൺ. 1933 ഈ ജയിലിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അമേരിക്കയിലെ തന്നെ ഏറ്റവും ശക്തമായ തടവറയെന്നായിരുന്നു അൽക്കാട്രസ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അക്കാലത്തെ ഏറ്റവും ഹൈടെക് സെക്യൂരിറ്റി സിസ്റ്റവും തണുത്തുറഞ്ഞ കടൽ ജലവും ചുറ്റപ്പെട്ടതിനാൽ അൽക്കാട്രസ് ജയിലിൽ നിന്നുള്ള രക്ഷപ്പെടൽ അന്ന് പ്രാവർത്തികമായ കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജയിലിലുണ്ടായിരുന്നവർ കൊടും കുറ്റവാളികളുമായിരുന്നു. 1960 ജനുവരി മാസത്തിലാണ്
ഫ്രാങ്ക് മോറിസ് എന്ന കുറ്റവാളി ഒരു ബാങ്ക് മോഷണ കുറ്റത്തിൽ പിടിയിലായി അൽക്കാട്രസ് പ്രിസണിലെത്തിയത്. എന്നാൽ ബാങ്ക് റോബറി മാത്രം കൊണ്ടല്ല മോറിസിനെ സർക്കാർ അൽക്കാട്രസിലേക്ക് അയച്ചത്. മോറിസ് വളരെയധികം ബുദ്ധിമാനായ ഒരു വ്യക്തിയായിരുന്നു. ജയിൽ റെക്കോർഡുകളിൽ മോറിസിന്റെ ഐക്യു അവർ രേഖപ്പെടുത്തിയിരുന്നത് 133 ആയിരുന്നു. ഇതിനു മുമ്പ് താൻ കിടന്നിരുന്ന എല്ലാ ജയിലുകളിൽ നിന്നും മോറിസ് ഈ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോറിസിനെ അൽക്കാട്രസിലേക്ക് അവർ അയച്ചത്. മോറിസ് വന്നതിനും 1 വർഷത്തിനു ശേഷമാണ് ജോൺ ആംഗ്ലിൻ, ക്ലാരൻസ് ആംഗ്ലിൻ എന്ന 2 സഹോദരങ്ങൾ അൽക്കാട്രസിലേക്ക് വന്നത്. അവർ മൂവരും നേരത്തെ ഉണ്ടായിരുന്ന ജയിലിൽ വെച്ച് തന്നെ പരിചയമുള്ളവരായിരുന്നു. ഈ 2 പേരും മുമ്പുണ്ടായിരുന്ന അറ്റ്ലാന്റ ജയിലിൽ നിന്നും ഒരുപാട് തവണ രക്ഷപ്പെടുവാൻ ശ്രമം നടത്തിയവരാണ്. ഇക്കാലമത്രയും മോറിസ് ശാന്തനായിരുന്ന് ആ ജയിലിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ഈ സമയത്താണ് അലൻ വെസ്റ്റ് എന്ന ഒരു കാർ മോഷ്ടാവിനെ മോറിസ് പരിചയപ്പെട്ടത്. അലൻ വെസ്റ്റ് ആകട്ടെ അൽക്കാട്രസ് പ്രിസണിൽ ഇത് 2ാം തവണയാണ്. അതുകൊണ്ട് തന്നെ ആ ജയിലിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അലൻ വെസ്റ്റിനുണ്ട്. ഒരു ദിവസം കോറിഡോർ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന അലൻ വെസ്റ്റ് കാലപ്പഴക്കം മൂലം ഭിത്തികൾക്ക് കേടുപാടുകൾ ഉള്ളതായി കണ്ടെത്തി. ഇത് അദ്ദേഹം അപ്പോൾ തന്നെ മോറിസിനെ അറിയിക്കുകയും ചെയ്തു. അലൻ വെസ്റ്റിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ വെച്ച് മോറിസ് ചില പരിശോധനകൾ നടത്തി. തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു നഖം വെട്ടി വെച്ച് അദ്ദേഹം തൻ്റെ സെല്ലിനുള്ളിലെ ഒരു എയർ വെന്റ് ചുരണ്ടി വലുതാക്കുവാൻ നോക്കി. കോൺക്രീറ്റ് അടർന്നു പോരുമെന്ന് മനസ്സിലാക്കിയ മോറിസ് പിന്നീട് ഒരു ശക്തമായ പ്ലാൻ മെനയുവാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായി അയാൾ അലൻ വെസ്റ്റിനെയും ആംഗ്ലിൻ സഹോദരങ്ങളെയും പ്ലാനിൽ ചേർത്തു. അവരുടെ സെല്ലിന് പുറകിൽ ഒരു കോറിഡോർ ഉണ്ടായിരുന്നു. അവിടെ കാവലും കുറവായിരുന്നു. മോറിസ് പ്ലാൻ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി. എല്ലാ സെല്ലിലും താഴ്ഭാഗത്തായി ഒരു എയർ വെന്റ് ഉണ്ട്. അവിടമാണ് നമ്മൾ തുറക്കേണ്ടത്. സദാസമയവും ഗാർഡ്സ് ഉള്ളതിനാൽ നമുക്കെല്ലാവർക്കും ഒരേ സമയം തുറക്കുവാനാകില്ല. ഒരാൾ തുറക്കുമ്പോൾ മറ്റൊരാൾ കാവൽ നിൽക്കണം. സെല്ലുകൾ അടുത്തടുത്തായതിനാൽ അതിൽ വലിയ പ്രശ്നമുണ്ടാകില്ല. ഞാനും അലൻ വെസ്റ്റും ഈ രീതിയിൽ പണി തുടങ്ങും. അപ്പോൾ നിങ്ങൾ 2 പേരും അങ്ങനെ തന്നെ ചെയ്യണം, മോറിസ് പറഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ മോറിസ് അലൻ വെസ്റ്റിനെ പതുക്കെ വിളിച്ചു. ഹേയ് അലൻ, ഞാൻ ഭിത്തി തുറക്കാൻ പോവുകയാണ്. നീ ശ്രദ്ധിച്ചിരിക്കണം. മോറിസ് തൻ്റെ സെല്ലിനടുത്തുള്ള എയർ വെന്റിനടുത്തേക്ക് ചെന്നു. ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം അയാൾ ആ എയർ വെന്റിന് ചുറ്റിനും തുറക്കുവാൻ തുടങ്ങി. കുറച്ച് ഇളകുന്നുണ്ട്. താഴേക്ക് വീണ കോൺക്രീറ്റ് കഷ്ണങ്ങൾ മോറിസ് തൻ്റെ കോട്ടിലേക്ക് ശേഖരിച്ചു. നല്ല പണിയുണ്ട്. വളരെ ചെറിയ രീതിയിലുമാണ് കോൺക്രീറ്റ് അടർന്നു വീഴുന്നതും. അയാൾക്കതിൽ മടുപ്പൊന്നും തോന്നിയില്ല. വളരെ ക്ഷമയോടെ മോറിസ് തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. സമയം കടന്നുപോയി. ഒരു ഗാർഡ് റൊട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നതിനായി വരുന്നത് അലൻ വെസ്റ്റ് ശ്രദ്ധിച്ചു. അയാൾ ഉടനെ തന്നെ തൻ്റെ സെല്ലിൽ ചെറുതായി തട്ടി ഒരു ശബ്ദമുണ്ടാക്കി മോറിസിന് സിഗ്നൽ നൽകി. സിഗ്നൽ കേട്ട മോറിസ് താൻ കോട്ടിൽ ശേഖരിച്ചു വെച്ച കോൺക്രീറ്റ് വേസ്റ്റ് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. ചെറിയ ഒരു സെല്ലാണ് അവരുടേത്. ടോയ്ലറ്റും കിടക്കുവാൻ ഒരു കട്ടിലും നടക്കുവാൻ ചെറിയൊരു ഗ്യാപ്പും. കട്ടിൽ കിടക്കുന്നത് ഇരുമ്പഴിയോട് ചേർന്നാണ്. കുറ്റവാളികൾ ഇരുമ്പഴിയോട് ചേർന്ന് തലവെച്ചു തന്നെയാണ് കിടക്കേണ്ടതും. ഗാർഡ്സിന് ചെക്കിൻസ് എളുപ്പമാകും, കൂടെ സേഫ്റ്റിയും. സിഗ്നൽ കിട്ടിയ മോറിസ് തൻ്റെ സൂട്ട് കേസ് വെച്ച് എയർവെന്റ് മറച്ചു വെച്ചതിന് ശേഷം കട്ടിലിൽ വന്നു കിടന്നു. നിമിഷങ്ങൾക്കകം ഗാർഡ് വന്ന് പോവുകയും മോറിസ് പതുക്കെ ഉറക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. പിറ്റേന്ന് ആംഗ്ലിൻ സഹോദരങ്ങളെ കണ്ടപ്പോൾ അവർ സുരക്ഷിതരായി തുറക്കുവാൻ തുടങ്ങി എന്നറിയിച്ചു. ജോൺ, ഈ രീതിയിൽ പോയാൽ നമുക്കൊരുപാട് സമയം വേണ്ടിവരും. എളുപ്പത്തിൽ തുറക്കുവാനാകുന്ന എന്തെങ്കിലും ഒരു ഉപകരണം നമുക്ക് കണ്ടെത്തിയേ തീരൂ. ശരിയാണ് മോറിസ്, പക്ഷേ നമുക്കതിനു പറ്റിയ ഉപകരണങ്ങൾ എങ്ങനെ സെല്ലിൽ കൊണ്ടുവരാനാകും? അത് നമുക്ക് കണ്ടെത്താം. ഗാർഡ്സിൻ്റെ കണ്ണു വെട്ടിച്ച് കൊണ്ടുവരാനാകുന്ന എന്തെങ്കിലും നമുക്ക് ലഭിക്കും. വീണ്ടും കുറച്ചു ദിവസങ്ങൾ ഇതേ രീതിയിൽ തന്നെ കടന്നുപോയി. 4 പേരും മാറി മാറി എയർവെന്റ് വലുതാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തങ്ങൾക്ക് ലഭിക്കുന്ന സ്പൂൺ മോറിസ് ശ്രദ്ധിക്കുന്നത്. അത്യാവശ്യം ബലമുള്ളതാണ്. ഇതുതന്നെയാണ് നല്ലത്. കൊണ്ടുപോകുവാനും മറച്ചു വയ്ക്കുവാനും എളുപ്പം. അവർ അടുക്കളയിൽ നിന്നും ഓരോ സ്പൂൺ കൈക്കലാക്കി. രാത്രിയിൽ തുറക്കുവാൻ ഇത്തവണ അവർ സ്പൂണാണ് ഉപയോഗിച്ചത്. അതവർക്ക് കുറച്ചുകൂടി ഉപയോഗപ്രദമായിരുന്നു. കാവലിരുന്നും തുറക്കലുമായി മാസങ്ങൾ കടന്നുപോയി. ഈ സമയത്ത് അവർ മറ്റു പ്ലാനുകളും ആലോചിക്കുവാൻ തുടങ്ങി. എയർ വെന്റിന്റെ ദ്വാരം വലുതാകുവാൻ തുടങ്ങിയപ്പോൾ
മോറിസ് ഒരു ഐഡിയ മറ്റുള്ളവരോട് പറഞ്ഞു. നമ്മുടെ എയർ വെന്റ് ഇപ്പോൾ വളരെ വികൃതമാണ്. എന്നും നമുക്കത് സൂട്ട് കേസ് കൊണ്ട് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് കാർഡ്ബോർഡുകൾ കൊണ്ട് ഒരു വെന്റിലേറ്ററിൻ്റെ മാതൃക നിർമ്മിക്കണം. നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ചെക്കിംഗ് ഉണ്ടായാൽ പോലും പെട്ടെന്നാരും ശ്രദ്ധിക്കാത്ത രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് വേണം അത് നിർമ്മിക്കുവാൻ. മോറിസിൻ്റെ ആശയം അവർ സ്വാഗതം ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ ആ എയർവെൻറ്റിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കുകയും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. ജയിലിൽ ലഭിച്ചിരുന്ന പെയിൻറ്റിംഗ് ടൂൾസ് ഉപയോഗിച്ച് സെല്ലിൻ്റെ അതേ നിറത്തിൽ തന്നെ അവരത് നിർമ്മിച്ചതുകൊണ്ട് ഗാർഡ്സിന് ഒരു സംശയവും തോന്നിയില്ല. ഈ സമയങ്ങളിൽ ഫ്രാങ്ക് മോറിസ് ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഒഴിവു സമയങ്ങൾ അദ്ദേഹം പുസ്തകങ്ങൾ വായിക്കുന്നതിനായി ഉപയോഗിച്ചു. വെന്റിലേറ്ററിൻ്റെ തുറക്കൽ വലിയ തടസ്സമില്ലാതെ പൂർത്തിയാക്കുവാൻ സാധിച്ചേക്കും എന്നു മനസ്സിലാക്കിയ മോറിസ് പുതിയൊരു നീക്കവുമായി കൂട്ടുകാരുടെ അടുത്തെത്തി. മോറിസ് പറഞ്ഞു, നമ്മൾ വൈകാതെ പുറത്തേക്കെത്തും. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ ഗാർഡ്സിനെ പറ്റി. സെല്ലിൽ ആളെ അവർ കണ്ടില്ലെങ്കിൽ നമുക്കത് പ്രശ്നമാണ്. അപ്പോൾ എന്തു ചെയ്യും? വെസ്റ്റ് ചോദിച്ചു. നമുക്ക് കുറച്ച് തലകൾ വേണം, മോറിസ് പറഞ്ഞു. എല്ലാവരും പരസ്പരം നോക്കി. ആർക്കും ഒന്നും പിടികിട്ടിയില്ല. ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിൽ ടോയ്ലറ്റ് പേപ്പറുണ്ട്, കോൺക്രീറ്റ് മിക്സ് ഉണ്ട്, സോപ്പുണ്ട്. ഇവ വെച്ച് നമുക്ക് 4 ഡമ്മി തലകൾ നിർമ്മിക്കണം. കണ്ടാൽ കൃത്യമായിരിക്കണം. കളർ പെയിൻറ് വെച്ച് നമ്മുടെ നിറം നൽകിയിരിക്കണം. കൂടാതെ നമ്മുടെ അതേ കളറിലുള്ള മുടികൾ നമ്മൾ അവയിൽ ഒട്ടിക്കുകയും വേണം. അത് നമുക്ക് ബാർബർ ഷോപ്പിൽ നിന്നും ലഭിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ പുറത്തുള്ള സമയത്ത് നമ്മുടെ അസാന്നിധ്യം ഗാർഡ്സ് മനസ്സിലാക്കരുത്. ഈ തലകൾ കട്ടിലിൽ നമ്മൾ ഉറങ്ങുന്നത് പോലെ സെറ്റ് ചെയ്യണം, മോറിസ് പറഞ്ഞു. അങ്ങനെ അവർ ഡമ്മി തലകളുടെ നിർമ്മാണം തുടങ്ങി. മോറിസിൻ്റെയും കൂട്ടരുടെയും പ്ലാൻ ജയിലിലെ മറ്റു ചില തടവുകാർക്കും അറിയാമായിരുന്നു. അവർ അവരെ തങ്ങൾക്കാവുന്ന രീതിയിലൊക്കെ സഹായിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം മോറിസിനെ ഒരുപാട് സഹായിച്ചു. തൻ്റെ പ്ലാനിലേക്ക് വേണ്ട വിവരങ്ങളെല്ലാം അയാൾ മനസ്സിലാക്കി. നീണ്ട 6 മാസങ്ങൾ കടന്നുപോയി. ഈ സമയം കൊണ്ട് എയർവെൻറ്റിൻ്റെ തുറക്കലും തലകളുടെ നിർമ്മാണവും പൂർത്തിയായിരുന്നു. കൃത്യമായ രീതിയിൽ അവർ തലകൾ നിർമ്മിച്ചു. ക്ലാരൻസ് സഹോദരങ്ങൾ അവരുടെ ഡമ്മി തലകൾക്ക് പേരുകൾ വരെ നൽകി. ഒന്ന് ഒയിങ്ക്, അടുത്തത് ഓസ്കാർ. ഇനി പേടിക്കേണ്ടതില്ല. പുറത്ത് കടക്കുന്ന സമയത്ത് കട്ടിലിൽ അവ സെറ്റ് ചെയ്യും. കറക്റ്റ് ഒരാൾ കിടന്നുറങ്ങുന്ന രീതിയിൽ തന്നെയാവണം അത്, അവർ പരസ്പരം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ മോറിസിൻ്റെ വായനാശീലത്തെക്കുറിച്ച്. ശരിക്കും അദ്ദേഹം വായിച്ചിരുന്ന ബുക്കുകൾ അയാളുടെ ലക്ഷ്യത്തെ സഹായിക്കുന്നതിന് ഉതകുന്നതായിരുന്നു. തങ്ങൾ പ്ലാൻ ചെയ്യുന്ന എസ്കേപ്പ് വിജയകരമാക്കുന്നതിനു വേണ്ടി അയാൾ ബുക്കിനെയും ആശ്രയിച്ചിരുന്നു. യോർ ലൈഫ് പ്രിസർവർ ആൻഡ് സൈൻ പോസ്റ്റ് ഓഫ് വാട്ടർ സേഫ്റ്റി എന്നീ പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചു. ലൈഫ് ജാക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാം, ബോട്ട്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഈ പുസ്തകങ്ങളിൽ അടങ്ങിയിരുന്നു. ഇതിനിടയ്ക്ക് മോറിസ് കൺസർട്ടീന എന്നൊരു സംഗീതോപകരണം ജയിലിൽ നിന്നും വാങ്ങി തൻ്റെ സെല്ലിൽ സൂക്ഷിച്ചിരുന്നു. ഇടയ്ക്ക് മോറിസ് അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്നു. നീണ്ട 6 മാസത്തെ തുറക്കലിന് ശേഷം ഒരു ദിവസം മോറിസ് തൻ്റെ സെല്ലിലെ എയർവെന്റ് പതുക്കെ അഴിച്ചെടുത്തു. അയാൾ അതിലൂടെ തലയിട്ട് പുറത്തേക്ക് നോക്കി. പുറത്ത് 2 ആൾക്ക് നടക്കാവുന്ന ഒരു കോറിഡോർ അയാൾ കണ്ടു. മോറിസ് തിരികെ സെല്ലിൽ കയറി തൻ്റെ കൃത്രിമ തലയെടുത്ത് കട്ടിലിൽ വെച്ചു. തൻ്റെ ശരീരത്തിൻ്റെ ആകൃതിയിൽ അയാൾ ടവലുകളും തുണികളും ക്രമീകരിച്ചതിനു ശേഷം പുതപ്പുകൊണ്ട് പുതപ്പിച്ചു. ശരിയായ സ്ഥാനത്ത് തന്നെ തലയും പ്ലേസ് ചെയ്തു. ഇപ്പോൾ ആര് നോക്കിയാലും താൻ കിടന്നുറങ്ങുന്നത് പോലെ തന്നെയായിരിക്കും തോന്നുക. ശേഷം അയാൾ കൗതുകത്തോടെ ആ ഹോൾ വഴി പുറത്തേക്ക് കടന്നു. പുറത്ത് നിന്നുകൊണ്ട് അയാൾ താൻ കാർഡ്ബോർഡ് കൊണ്ട് നിർമ്മിച്ച ആ എയർവെന്റ് എടുത്ത് വെച്ച് സെൽ ക്ലിയറാക്കി. മോറിസ് താൻ വന്നിരിക്കുന്ന കോറിഡോർ നിരീക്ഷിക്കുവാൻ തുടങ്ങി. അവിടെ അയാൾ ഒരു പൈപ്പ് മുകളിലേക്ക് പോകുന്നതായി കണ്ടു. ഏകദേശം 30 അടിയോളം ഉയരമുണ്ട് ആ പ്ലംബിംഗ് പൈപ്പുകൾക്ക്. മോറിസ് അതിലൂടെ മുകളിലേക്ക് വലിഞ്ഞു കയറുവാൻ തുടങ്ങി. ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കാതെ വളരെ സൂക്ഷിച്ചായിരുന്നു മോറിസ് മുകളിലേക്ക് വലിഞ്ഞു കയറിയത്. 24 മണിക്കൂറും ഗാർഡ്സിന്റെ ചെക്കപ്പുള്ള ജയിലിൽ മോറിസിന് ഇത്രയൊക്കെ ചെയ്യാൻ ധൈര്യം കിട്ടിയത് അയാളും കൂട്ടരും തൻ്റെ സെല്ലിൽ കാണിച്ചു വച്ചിരിക്കുന്ന ബ്രില്യൻസ് ഒന്നുകൊണ്ട് മാത്രമായിരിക്കണം. മുകളിലെത്തിയ മോറിസ് പുറത്തേക്ക് കടക്കുവാനുള്ള വഴി തിരയുവാൻ തുടങ്ങി. അവിടെയും മോറിസ് കുറച്ചു വെന്റിലേറ്ററുകൾ കണ്ടു. അതിലൊന്നിൽ അയാൾ തങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനാവുന്ന രീതിയിലുള്ള ഒരു വെന്റിലേറ്റർ കണ്ടെത്തി. കുറച്ച് സ്ക്രൂകൾ അതിലുണ്ട്, അതഴിച്ചാൽ മതി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെന്റിലേറ്റർ ഉള്ളത് വളരെ ഉയരത്തിലാണ്. എന്നാൽ തൊട്ടു താഴെയായി ഒരു ഇരുമ്പ് കമ്പി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മോറിസ് ആ കമ്പിയിൽ ചാടി പിടിക്കുവാൻ ശ്രമിച്ചു.
എത്ര ഉയരത്തിൽ ചാടിയിട്ടും മോറിസിന് അതിൽ പിടുത്തം കിട്ടിയില്ല. അവസാനം മോറിസ് എന്തൊക്കെയോ ആലോചിച്ച് തീരുമാനിച്ചതുപോലെ തിരിച്ചു തൻ്റെ സെൽ ലക്ഷ്യമാക്കി നടന്നു. ഇന്നിനി ഒന്നും ചെയ്യാനില്ല, നാളെ പരിഹാരമുണ്ടാക്കാം, മോറിസ് ചിന്തിച്ചു. നിശബ്ദമായി പൈപ്പിലൂടെ അയാൾ ഊർന്നിറങ്ങി. കോറിഡോറിലിരുന്ന് വെന്റിലേറ്ററിലൂടെ സെൽ നിരീക്ഷിച്ചു. ഗാർഡ്സ് ഇല്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം കാർഡ്ബോർഡ് വെന്റിലേറ്റർ അഴിച്ചുമാറ്റി അകത്തു കയറി. തിരികെ അത് ഫിക്സ് ചെയ്തു. ഡമ്മി ഹെഡ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. എല്ലാം വളരെ പെർഫെക്റ്റ്. ശേഷം അയാൾ ഉറങ്ങുന്നതിന് വേണ്ടി ബെഡിൽ കയറി കിടന്നു. പിറ്റേ ദിവസം മോറിസ് മറ്റുള്ളവരോട് താൻ പുറത്തു കിടന്ന കാര്യവും അവിടെ കണ്ട കാര്യങ്ങളും വിവരിച്ചു പറഞ്ഞു. 3 പേരും സന്തോഷത്തോടെ തന്നെ എല്ലാം കേട്ടിരുന്നു. പുറത്തേക്ക് എത്താനുള്ള വഴി വരെ നമ്മൾ കണ്ടെത്തിയല്ലോ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവർ ചോദിച്ചു. നാളെ ആംഗ്ലിൻ ബ്രദേഴ്സും എൻ്റെ കൂടെ പുറത്തേക്ക് വരണം. നമുക്ക് മുകളിലെത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കുവാനുണ്ട്, മോറിസ് പറഞ്ഞു. അന്ന് മുഴുവൻ എല്ലാവരുടെയും മനസ്സിൽ സെല്ലിന് പുറത്തെ ലോകത്തെക്കുറിച്ചായിരുന്നു. പകൽ മുഴുവൻ ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടീസ് കിട്ടുമായിരുന്നു. കിച്ചണിൽ, ജയിൽ വർക്ക്ഷോപ്പിൽ, ഗാർഡനിൽ, അങ്ങനെ പോകുന്നു. എല്ലാ കുറ്റവാളികളും തങ്ങളുടെ ജോലികൾ തീർത്തിട്ട് അവരവരുടെ സെല്ലുകളിൽ കയറി ഉറങ്ങുവാൻ കിടന്നു. അതിൽ 3 പേർ ഒഴികെ. നമ്മുടെ മോറിസും ആംഗ്ലിൻ ബ്രദേഴ്സുമായിരുന്നു അത്. ലൈറ്റ് ഓഫ് ആയപ്പോൾ തന്നെ ഗാർഡ്സ് ഇല്ലാത്ത ടൈമിൽ പുറത്തേക്ക് ഇറങ്ങുവാനുള്ള സിഗ്നൽ അവർ കൈമാറി. അവർ 3 പേരും തലേ ദിവസം മോറിസ് ചെയ്ത പോലെ തന്നെ അവരവരുടെ സെല്ലുകൾ സെറ്റ് ചെയ്തു. എയർവെന്റ് വഴി പുറത്തേക്കിറങ്ങി. കുറച്ചു കൂടുതൽ എക്സൈറ്റഡ് ആയ ആംഗ്ലിൻ ബ്രദേഴ്സിനെ മോറിസ് വളരെ പെട്ടെന്ന് തന്നെ കൂളാക്കിയതിനു ശേഷം അവരുമായി ഒരു പ്ലംബിംഗ് പൈപ്പ് വഴി മുകളിലെത്തി. അവിടെയുള്ള ഒരു എയർവെന്റിലേക്ക് വിരൽ ചൂണ്ടി മോറിസ് പറഞ്ഞു, പുറത്തേക്ക് പോകുവാൻ ഇതാണ് വഴി. പക്ഷേ ഒരാളുടെ സഹായമില്ലാതെ അതേ ഉയരത്തിൽ എത്തിപ്പിടിക്കുവാൻ കഴിയില്ല. ക്ലാരൻസ്, ഞങ്ങൾ നിന്നെ മുകളിലെത്തിക്കാം, നീയൊന്ന് നോക്ക്, ആ സ്ക്രൂ അഴിക്കണം നമുക്ക്. ക്ലാരൻസ് അവരുടെ സഹായത്താൽ ആ കമ്പിയിൽ പിടിച്ചു വലിഞ്ഞു കയറി വെന്റിലേറ്ററിന് അടുത്തെത്തി. ശേഷം അയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു മെറ്റൽ കഷ്ണമെടുത്ത് ആ സ്ക്രൂ അഴിക്കുവാൻ തുടങ്ങി. ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം പരാജയമായിരുന്നു ഫലം. നിരാശയോടെ ക്ലാരൻസ് തൻ്റെ കൂട്ടരെ നോക്കി. താഴേക്ക് പോരുവാൻ മോറിസ് ആംഗ്യം കാണിച്ചു. താഴേക്ക് വന്ന ക്ലാരൻസിനെയും ജോണിനെയും കൊണ്ട് മോറിസ് അവിടെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇവിടമായിരിക്കും നാം നമ്മളുടെ വർക്ക്ഷോപ്പായി ഉപയോഗിക്കുക. ഇവിടെ വരെ നമുക്ക് എത്തുവാനുള്ളതെല്ലാം നമ്മൾക്ക് ലഭ്യമായതാണ്. ഇവിടുന്ന് പുറത്തേക്ക് പോകുവാൻ ആവശ്യമായത് നമ്മൾ ഇവിടെയായിരിക്കും സൂക്ഷിക്കുക. ഇവിടെ വെച്ചായിരിക്കും മറ്റാവശ്യമായവ നാം നിർമ്മിക്കുക. അവർ 3 പേരും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിറ്റേന്ന് അലൻ വെസ്റ്റിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന തിരക്കിലായിരുന്നു ആംഗ്ലിൻ ബ്രദേഴ്സ്. എന്നാൽ മോറിസ് മറ്റെന്തൊക്കെയോ ആലോചനയിൽ തന്നെയായിരുന്നു. അലൻ വെസ്റ്റ് തൻ്റെ തുറക്കൽ പൂർത്തിയാക്കിയിരുന്നില്ല. അതിനാലാണ് അയാൾക്ക് അവരുടെ കൂടെ പുറത്തേക്കെത്തുവാൻ സാധിക്കാതിരുന്നത്. എങ്കിലും വെസ്റ്റ് തങ്ങളുടെ പ്ലാനിലേക്ക് വേണ്ടുന്ന ടൂൾസും മറ്റും ശേഖരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരുന്നു. മോറിസ് തൻ്റെ പ്ലാനിൻ്റെ അടുത്ത ഘട്ടം അവരോട് വിവരിക്കുവാൻ തുടങ്ങി. അതിൽ നിന്നും അവർക്കൊരു ബോട്ട് നിർമ്മിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ? നമ്മൾ ബോട്ട് ഉണ്ടാക്കുക തന്നെ ചെയ്യും. എന്നാൽ അത് തടികൾ കൊണ്ടൊന്നുമല്ല. നമ്മൾ അതിനായി റെയിൻകോട്ടുകളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. റെയിൻകോട്ട് വെച്ച് ബോട്ട് ഉണ്ടാക്കുകയോ? അതെങ്ങനെ? വെസ്റ്റ് സംശയാലുവായി. നമുക്ക് 4 പേർക്കും യാത്ര ചെയ്യുവാൻ ആവശ്യമായ രീതിയിൽ വലിപ്പമുള്ള ഒരു ബോട്ടാണ് നാം നിർമ്മിക്കുന്നത്. അതിനായി എത്രത്തോളം റെയിൻകോട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുമോ അത്രയും നാം സംഘടിപ്പിക്കണം. അതെല്ലാം ഒന്നാക്കി തുന്നിച്ചേർത്ത് അതിൽ എയർ നിറച്ചായിരിക്കും നാം ബോട്ട് നിർമ്മിക്കുക. അതൊരു പ്രശ്നമല്ല, അത് നമ്മൾ സംഘടിപ്പിച്ചിരിക്കും. ജോൺ പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് അത് പറഞ്ഞത്. അങ്ങനെ അവർ തങ്ങൾക്ക് സംഘടിപ്പിക്കാനാവുന്ന അത്രയും റെയിൻകോട്ടുകൾ ശേഖരിക്കുവാൻ തുടങ്ങി. കിട്ടിയവയെല്ലാം രാത്രികാലങ്ങളിൽ മോറിസ് തങ്ങൾക്ക് കാണിച്ചു തന്ന വർക്ക്ഷോപ്പിൽ സ്റ്റോർ ചെയ്തു. മോറിസിൻ്റെ പ്ലാനിനെക്കുറിച്ച് മറ്റു കുറച്ച് തടവുകാർക്ക് അറിയാമായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് തടവുകാർ അവർക്ക് ആവശ്യമായ കുറച്ച് റെയിൻകോട്ടുകൾ അവർക്ക് നൽകി. ലഭിച്ച റെയിൻകോട്ടുകൾ അവർ 3 ചേർന്ന് തങ്ങളുടെ വർക്ക്ഷോപ്പിൽ, അതായത് ജയിലിൻ്റെ റൂഫിൽ വെച്ച് തുന്നിച്ചേർക്കുവാൻ തുടങ്ങി. എങ്കിലും ഇതെങ്ങനെ എയർ ടൈറ്റ് ആക്കുമെന്ന് ആംഗ്ലിൻ ബ്രദേഴ്സിന് അറിയില്ലായിരുന്നു. ഇവിടെയാണ് മോറിസ് എന്ന അതിബുദ്ധിമാൻ വീണ്ടും ഇടപെടുന്നത്. അവിടെയുണ്ടായിരുന്ന പൈപ്പുകളിൽ ചിലത് ചൂടുവെള്ളം പമ്പ് ചെയ്യുന്നവയായിരുന്നു. മോറിസ് ആ പൈപ്പിൻ്റെ ചൂടുപയോഗിച്ച് ആ റെയിൻകോട്ടുകൾ ചൂടാക്കി
തുന്നലിൻ്റെ ഭാഗങ്ങൾ ഉരുക്കി ചേർത്ത് വെച്ചു. നാം നേരത്തെ തന്നെ മോറിസിൻ്റെ ബുക്സ് വായനയും കണ്ടിരുന്നു. ഈ ബോട്ട് നിർമ്മാണത്തിൻ്റെ ഐഡിയ വന്നത് ബുക്കുകളിൽ നിന്നായിരുന്നുവെങ്കിൽ ഈ സ്റ്റീം പൈപ്പ് ഉപയോഗിച്ചുള്ള ഒട്ടിക്കൽ മോറിസിൽ നിന്നും വന്ന ഐഡിയയുമായിരുന്നു. ബോട്ട് നിർമ്മാണം പുരോഗമിക്കുന്ന സമയത്തും റൂഫ് ടോപ്പിൽ എത്താനുള്ള വെന്റിലേറ്ററിൻ്റെ നീക്കം ചെയ്യൽ പ്രവൃത്തി മന്ദഗതിയിൽ തന്നെയായിരുന്നു. കൈകൊണ്ട് എന്താണെങ്കിലും ആ വെന്റിലേറ്ററിൻ്റെ സ്ക്രൂ അഴിക്കാൻ സാധിക്കില്ല എന്നവർക്ക് മനസ്സിലായി. അവർ അതിനായി വ്യത്യസ്ത മാർഗങ്ങൾ അന്വേഷിച്ചു. അങ്ങനെയിരിക്കെ ജയിലിലെ വാക്വം ക്ലീനർ കേടായതായി അലൻ വെസ്റ്റ് ശ്രദ്ധിച്ചു. വെസ്റ്റ് ഉടനെ തന്നെ മോറിസിനോട് കാര്യം പറയുകയും ചെയ്തു. മോറിസ് അത് റിപ്പയർ ചെയ്യുന്നതിനായി പരിശോധിച്ചപ്പോഴാണ് ആ വാക്വം ക്ലീനറിൽ 2 മോട്ടോർ ഉള്ളതായി തിരിച്ചറിഞ്ഞത്. മോറിസിന് ഒരു ഐഡിയ തോന്നി. അയാൾ അതിലൊരെണ്ണം ഫിക്സ് ചെയ്യുകയും മറ്റേത് തൻ്റെ കൈവശം വയ്ക്കുകയും ചെയ്തു. ശേഷം അയാൾ അതിൽ കേടായ ഒരു ഫാനിൽ പാർട്സുകൾ കൂടി ഘടിപ്പിച്ച് അതൊരു ചെറിയ ഡ്രില്ലിംഗ് മെഷീനായി രൂപപ്പെടുത്തിയെടുത്തു. ഇതെല്ലാം ചെയ്യുന്നതിനും സംഘടിപ്പിക്കുന്നതിനും വളരെയധികം റിസ്ക് ആണുള്ളത്. അതെല്ലാം തരണം ചെയ്യുന്നു എന്നതാണ് മോറിസിൻ്റെയും കൂട്ടരുടെയും മിടുക്ക്. ആ ചെറിയ ഡ്രില്ലർ മോറിസ് ക്ലാരൻസിനെ ഏൽപ്പിച്ചു. സത്യത്തിൽ തൻ്റെ കൂട്ടുകാരൻ്റെ ബുദ്ധിയിൽ അവർ അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. 133 IQ ഉള്ളയാൾ. ലോക ജനസംഖ്യയിൽ തന്നെ 5% മാത്രം ആളുകളെ ഇത്രയും IQ-വിന് അവകാശികളായിട്ടുള്ളൂ. ഈ വിവരം ആംഗ്ലിൻ ബ്രദേഴ്സിന് അറിയാമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ മോറിസിൻ്റെ ഈ ബുദ്ധി കണ്ട് അവർ ഒരിക്കലെങ്കിലും ഇവൻ ആരടാ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകണം. മാസങ്ങൾ കടന്നുപോയി. ബോട്ടിൻ്റെ പണി കഴിഞ്ഞു. ബാക്കി വന്ന റെയിൻകോട്ട് വെച്ച് അവർ 4 ലൈഫ് ജാക്കറ്റുകൾ നിർമ്മിച്ചു. ബോട്ട് നിയന്ത്രിക്കുന്നതിന് തടിവെച്ചുണ്ടാക്കിയ ഒരു പങ്കായവും അവർ നിർമ്മിച്ചു. അങ്ങനെ ദിവസങ്ങൾക്കകം അവർ വെന്റിലേറ്ററും തുറന്നു. വെന്റിലേറ്റർ മാറ്റിയ അവർ പുറത്ത് കണ്ടത് ഒന്നിലധികം വാച്ച് ടവറുകളായിരുന്നു. എല്ലാ ടവറുകളിലും ശക്തമായ കാവലും. എങ്കിലും അവർക്കതിൽ വലിയ ഭയമൊന്നും തോന്നിയില്ല. കാരണം തങ്ങളെക്കാൾ കൂടുതൽ വർഷങ്ങൾ അൽക്കാട്രസിൽ ജയിൽവാസം അനുഭവിച്ചു വന്നിരുന്ന അലൻ വെസ്റ്റിന് ആ ബിൽഡിങ്ങിനെ പറ്റി വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ അലൻ വെസ്റ്റ് മറ്റുള്ളവരെ ആ ബിൽഡിങ്ങിനെ പറ്റി ബോധവാന്മാരുമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പ്ലാൻ പ്രകാരം പൂർത്തിയായി എന്ന് മനസ്സിലാക്കിയ മോറിസ് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഫ്രണ്ട്സ്, നാളെയാണ് ആ ദിവസം. നാളെ നമ്മൾ അൽക്കാട്രസ് ജയിലിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കും. നാളെ മുതൽ നമ്മൾ തടവുകാരല്ല, സ്വതന്ത്ര മനുഷ്യരാണ്. രാത്രിയിൽ ലൈറ്റുകൾ അണയുമ്പോൾ നിങ്ങൾ എയർവെൻ്റ് വഴി പുറത്തു വരണം. സെല്ലുകൾ ക്രമീകരിക്കുന്നതിനെപ്പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. 3 പേരും ആവേശത്തോടെയാണ് മോറിസ് പറഞ്ഞത് കേട്ടുനിന്നത്. അവർ അവരുടെ തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയാക്കി. 1962 ജൂൺ 11. സമയം രാത്രി 9:30. ലൈറ്റുകളെല്ലാം അണയുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു മോറിസ്. ലൈറ്റുകൾ അണഞ്ഞിരിക്കുന്നു. മോറിസ് തൻ്റെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് സെല്ല് വഴി ഒന്ന് നോക്കിയതിനു ശേഷം തൻ്റെ ഡെമ്മി തലവച്ച് കട്ടിൽ ക്രമീകരിച്ചു. ശേഷം അയാൾ എയർവെൻ്റ് തുറന്ന് കോറിഡോറിലേക്ക് നുഴഞ്ഞിറങ്ങി. പുറത്ത് ആംഗ്ലിൻ ബ്രദേഴ്സും ഉണ്ടായിരുന്നു. വെസ്റ്റ് എവിടെ? മോറിസ് ചോദിച്ചു. അവർ കണ്ടില്ല എന്ന് ആംഗ്യം കാണിച്ചു. അവർ വെസ്റ്റിൻ്റെ സെല്ലിനടുത്തെത്തി എയർവെൻ്റിലൂടെ നോക്കി. വെസ്റ്റ് മറുവശത്തുണ്ട്. മോറിസ്, എനിക്കിതിലെ കടക്കുവാൻ സാധിക്കുന്നില്ല, സങ്കടത്തോടെ അലൻ വെസ്റ്റ് പറഞ്ഞു. 3 പേരും പരിഭ്രാന്തരായി. വെസ്റ്റ് അപ്പോഴും അകത്തുനിന്നും തുറക്കുകയാണ്. ജോൺ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു കമ്പി കൊണ്ട് പുറത്തുനിന്നും തുറക്കുവാനും തുടങ്ങി. എന്നാൽ ചെറിയ രീതിയിൽ അത് ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. ആയതിനാൽ അവരിത് സാവധാനമാക്കി. ഏകദേശം അരമണിക്കൂറോളം അവരിത് തുടർന്നുവെങ്കിലും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. സമയം പോകുന്നതിൽ അവർക്ക് വലിയ പരിഭ്രാന്തി ഉണ്ടായി. ആംഗ്ലിൻ ബ്രദേഴ്സ് ഇനിയും ഇത് തുടരുന്നത് ശരിയല്ല എന്ന് മോറിസിനെ അറിയിച്ചു. മോറിസിനും അത് ശരിയാണെന്ന് തോന്നി. കാരണം മുകളിലെത്തിയിട്ട് അവർക്കിനിയും ജോലികളുണ്ട്. അലൻ, ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ മുകളിൽ ചെന്ന് ബോട്ടും സാധനങ്ങളും എടുക്കുന്ന സമയത്തേക്ക് നീ വരണം. അതല്ലാതെ മറ്റു വഴികളില്ല. മോറിസ് അലൻ വെസ്റ്റിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. വെസ്റ്റ് സമ്മതം മൂളി. മോറിസ് എഴുന്നേറ്റ് ആംഗ്ലിൻ ബ്രദേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്നു. അവർ തയ്യാറായിരുന്നു. ശേഷം അവർ ആ പൈപ്പുകൾ വഴി മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. സമയം വൈകിയതിൻ്റെ തിടുക്കത്തിൽ മുകളിലേക്കുള്ള യാത്രയിൽ പൈപ്പിൽ നിന്നും ശബ്ദമുണ്ടാകുന്നുണ്ടായിരുന്നു. ഇത് മോറിസിനെ ഭയപ്പെടുത്തി. കാരണം നല്ല നിശബ്ദതയായിരുന്നു എങ്ങും. എങ്കിലും മുകളിലെത്തിയ ഉടനെ തന്നെ അവർ തങ്ങൾ നിർമ്മിച്ചു വച്ചിരുന്ന ബോട്ടും ലൈഫ് ജാക്കറ്റുകളും മറ്റു ടൂൾസും എടുത്തു. ലൈഫ് ജാക്കറ്റ് ധരിക്കുകയും ചെയ്തു.
ശേഷം അവർ നേരത്തെ തന്നെ ഇളക്കി വെച്ചിരുന്ന വെന്റിലേറ്ററിന്റെ അടുത്തേക്ക് ചെന്നു. ജോണിനെ ആദ്യം അവർ മുകളിലെത്തിച്ചു, ശേഷം ക്ലാരൻസിനെയും. ഈ സമയത്ത് ജോണും ക്ലാരൻസും വെന്റിലേറ്റർ നീക്കം ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തിട്ട് പോലും അവരുടെ കയ്യിൽ നിന്നും ആ വെന്റിലേറ്റർ പാളി പുറത്തേക്ക് മറിഞ്ഞു വീണു. വലിയൊരു ശബ്ദം അവിടെ എങ്ങും മുഴങ്ങി. 3 പേരും വിറച്ചുപോയി. അവർ അനങ്ങാതെ തന്നെ കുറച്ചു നേരം അവിടെ നിന്നു. അതേസമയം ഗാർഡ്സ് ഈ ശബ്ദം കേട്ടിരുന്നു. അവർ ചുറ്റിനും ചെവി വട്ടം പിടിച്ചു. ഉടനെ തന്നെ സെല്ലുകളിലേക്ക് ചെക്കിങ്ങിനായി അവർ വന്നു. ഇതേ സമയം അപകടം മണത്ത അലൻ വെസ്റ്റ് തന്റെ സെല്ലിലെ എയർവെന്റ് അടച്ചു വെച്ചിട്ട് തന്റെ കട്ടിലിൽ കയറി ഉറങ്ങുന്നതായി ഭാവിച്ചു കിടന്നു. ഓൾ ക്ലിയർ, ഒരു ഗാർഡ് പറയുന്നത് വെസ്റ്റ് കേട്ടു. മുകളിലെത്തിയ മോറിസും ആംഗ്ലിൻ ബ്രദേഴ്സും കുറച്ചു നേരത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷം വീണ്ടും ഊർജ്ജസ്വലരായി. ജോൺ തന്നെ ആദ്യം വെന്റിലേറ്റർ വഴി പുറത്തേക്കിറങ്ങി. ശേഷം അയാൾ വാച്ച് ടവറിൽ നിന്നും വരുന്ന ലൈറ്റ് എത്താത്ത ഒരിടത്ത് നിശ്ചലനായി കിടന്നു. ഈ സമയം ക്ലാരൻസ് നമ്മുടെ മോറിസിനെ വെന്റിലേറ്ററിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. മോറിസ് മുകളിലെത്തിയതിനു ശേഷം ക്ലാരൻസും പുറത്തേക്കിറങ്ങി. മോറിസ് കൊടുത്ത ബാഗ് അയാൾ ജോണിന് കൈമാറി. ക്ലാരൻസും ജോണും മോറിസിനായി കാത്തിരുന്നു. മോറിസ് ഒന്നുകൂടി താഴേക്ക് നോക്കി. അലൻ വെസ്റ്റ് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ അയാൾക്ക് വെസ്റ്റിന്റെ ഒരു ചലനവും കേൾക്കുവാൻ സാധിച്ചില്ല. അയാൾ സാവധാനം പുറത്തേക്കിറങ്ങി. ആംഗ്ലിൻ ബ്രദേഴ്സിന്റെ ഒപ്പം എത്തുകയും ചെയ്തു. ജയിലിന്റെ പുറംഭാഗം ലക്ഷ്യം വെച്ച് ഇഴഞ്ഞു പോവുകയും ചെയ്തു. ഗാർഡ്സ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അലൻ വെസ്റ്റ് വീണ്ടും തുറക്കുവാൻ തുടങ്ങിയിരുന്നു. അതിലയാൾ വിജയിക്കുകയും ചെയ്തു. പ്ലാൻ ചെയ്ത പോലെ തന്നെ കട്ടിലും സെല്ലും സെറ്റ് ചെയ്തിട്ട് അലൻ വെസ്റ്റ് പുറത്തേക്ക് കടന്ന് ആ പൈപ്പ് വഴി പിടിച്ച് കയറുവാൻ തുടങ്ങി. മോറിസും ആംഗ്ലിൻ ബ്രദേഴ്സും ഇഴഞ്ഞു ചെന്നത് ജയിൽ കിച്ചണിന്റെ ഭാഗത്തായിരുന്നു. അവിടെ അവർക്ക് 45 അടി താഴ്ചയിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അവിടെ അവർ നേരത്തെ തന്നെ കണ്ടുവച്ചിരുന്ന മറ്റൊരു പൈപ്പും ഉണ്ടായിരുന്നു. മോറിസാണ് ആദ്യം താഴേക്കിറങ്ങിയത്. അയാൾ തൻ്റെ കയ്യിലുള്ള ബാഗും തോളത്തിട്ട് സാവധാനം താഴെയെത്തി. ശേഷം ക്ലാരൻസും താഴെയെത്തി. എന്നാൽ ജോൺ താഴേക്ക് വരുന്ന സമയത്ത് ആ പൈപ്പ് തകരുകയും വീണ്ടും ഒരു ശബ്ദമുണ്ടാവുകയും ചെയ്തു. അവർ വീണ്ടും പ്രതിസന്ധിയിലായി. ഇതേ സമയം പൈപ്പ് വഴി മുകളിലേക്ക് വന്ന അലൻ വെസ്റ്റ് ഓടി വെന്റിലേറ്ററിന്റെ അടുത്തെത്തി. തൻ്റെ കൂട്ടുകാർ പോയ വിവരം അയാൾ മനസ്സിലാക്കി. പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം എൻ്റെ പ്രശ്നമാണ്. വെന്റിലേറ്ററിലേക്ക് നോക്കിയ അലൻ വെസ്റ്റ് ഞെട്ടിപ്പോയി. കാരണം നമുക്കറിയാം, വെന്റിലേറ്ററിന്റെ ഉയരം തന്നെ. വെസ്റ്റ് എത്ര ശ്രമിച്ചിട്ടും ആ കമ്പിയിൽ അയാൾക്ക് എത്തിപ്പിടിക്കുവാൻ സാധിച്ചില്ല. അയാൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ജോൺ ആംഗ്ലിൻ രണ്ടാമതായി ഉണ്ടാക്കിയ ശബ്ദവും ഗാർഡ്സ് കേട്ടിരുന്നു. എന്നാൽ ഇത്തവണ അവർ അത് കാര്യമായി എടുത്തില്ല. കാരണം ശബ്ദം കേട്ടിരിക്കുന്നത് കിച്ചൺ സൈഡിൽ നിന്നാണ്. സ്ഥിരമായി അവിടെയുള്ള പൂച്ച ഉണ്ടാക്കിയ ശബ്ദമാണെന്നാണ് അവർ കരുതിയിരുന്നത്. ഇതേസമയം ശരിക്കും ശബ്ദമുണ്ടാക്കിയ പൂച്ച പൈപ്പ് വഴി താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. മോറിസും കൂട്ടരും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ബാഗുകളുമായി ആ ജയിൽ മതിലും ചാടിക്കടന്നു. അവർ കടൽ തീരം ലക്ഷ്യമാക്കി ഓടി. അവർ ഉണ്ടാക്കിയ ബോട്ട് അവർ പുറത്തെടുത്തു. 14 അടി നീളവും 6 അടി വീതിയുമുള്ള ഒരു ബോട്ടായിരുന്നു അത്. ഇവിടെ വീണ്ടും മോറിസ് അവരെ അത്ഭുതപ്പെടുത്തുകയാണ്. എങ്ങനെ ഇതിൽ കാറ്റ് നിറയ്ക്കും? ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് മോറിസ് അവർക്ക് കാണിച്ചു നൽകിയത്. മോറിസ് ജയിലിൽ നിന്നും വാങ്ങിയ കൺസർട്ടീന എന്ന വാദ്യോപകരണമില്ലേ, അതയാൾ റീസെറ്റ് ചെയ്ത് ഒരു എയർ പമ്പാക്കി മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ച് അവർ ആ ബോട്ട് പൂർണ്ണ രൂപത്തിലാക്കി. എന്നിട്ടവർ ബോട്ടുമെടുത്ത് കടലിലേക്ക് ഇറങ്ങി. ഓരോരുത്തരായി ബോട്ടിൽ കയറി സ്ഥാനം പിടിച്ച ശേഷം പതുക്കെ കര ലക്ഷ്യമാക്കി തുഴഞ്ഞു. അകന്നു പോകുന്ന അൽക്കാട്രസ് ഐലൻഡിനെയും അൽക്കാട്രസ് ജയിലിനെയും നോക്കി മോറിസ് ഒരു വിജയിയെ പോലെ പുഞ്ചിരിച്ചു. മോറിസ് അന്ന് അവിടെ നിന്നും പോയപ്പോൾ നേടിയത് തങ്ങളുടെ സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല, മറിച്ച് അയാൾ അന്ന് അവിടെ നിന്നും കൊണ്ടുപോയത് ദ മോസ്റ്റ് എസ്കേപ്പ് പ്രൂഫ് പ്രിസൺ എന്നറിയപ്പെടുന്ന അൽക്കാട്രസ് പ്രിസണിന്റെ റെപ്യൂട്ടേഷൻ കൂടിയായിരുന്നു. പോയ പോക്കിൽ മോറിസ് അത് മോഷ്ടിച്ചെടുത്തു. 1962 ജൂൺ 12, സമയം രാവിലെ 7:15. തടവുകാരുടെ എണ്ണമെടുത്തിരുന്ന ഒരു ഗാർഡ് അയാളുടെ അധികാരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. സാർ, ക്ലാരൻസ് ആംഗ്ലിൻ എന്ന തടവുകാരൻ എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. ഗാർഡ്സ് ക്ലാരൻസിന്റെ സെല്ലിലേക്ക് ചെന്നു. ക്ലാരൻസ്, എണ്ണമെടുക്കേണ്ട സമയമാണ്, വേഗം എഴുന്നേൽക്ക്. അയാൾ ദേഷ്യത്തോടെ അലറി. എന്നാൽ തികച്ചും നിശബ്ദത മാത്രമായിരുന്നു ഫലം. ദേഷ്യം വന്ന ഗാർഡ്
സെല്ലിലൂടെ കൈ എത്തിച്ച് ആ പുതപ്പിൽ പിടിച്ച് ഒറ്റ വലി. പെട്ടെന്ന് മൂടി വെച്ചിരുന്ന ആ തല ഉരുണ്ട് കട്ടിലിൽ നിന്നും താഴെ വീണു. ഞെട്ടലോടെയാണ് അവരിത് നോക്കിക്കണ്ടത്. ഇതേസമയം മറ്റൊരു ഗാർഡ് നമ്മുടെ മോറിസിന്റെ സെല്ലിന് മുമ്പിൽ നിന്നും വിളിച്ചലറി, സാർ, ഇവിടെയും ഒരു ഡെമ്മി ഹെഡ് ആണുള്ളത്. വൈകാതെ തന്നെ ജയിലിലെ അലാം ബെല്ലുകൾ മുഴങ്ങി. അവർ സെല്ലുകൾ പരിശോധിച്ചതിൽ നിന്ന് മോറിസ്, ജോൺ ആംഗ്ലിൻ, ക്ലാരൻസ് ആംഗ്ലിൻ എന്നീ 3 പേരാണ് രക്ഷപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലായി. ജയിൽ അധികൃതർ ആകെ വിറങ്ങലിച്ചു പോയി. ഇത്രയും സേഫായ ജയിലിൽ എങ്ങനെയവർ? അങ്ങനെ അവർ ആ 3 പേരുടെയും സെൽ പരിശോധിക്കുവാൻ തുടങ്ങി. പ്രത്യേകിച്ചൊന്നും ആദ്യം അവർ കണ്ടില്ല. എന്നാൽ സെല്ലിലെ എയർവെന്റിന്റെ ആകൃതി വ്യത്യാസം കണ്ട അവർ അത് പരിശോധിക്കുകയും എങ്ങനെയാണ് അവർ പുറത്തെത്തിയതെന്നും കണ്ടെത്തി. FBI കേസ് ഏറ്റെടുത്തു. അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. തുറക്കാനായി അവരുപയോഗിച്ച സ്പൂൺ, ഡെമ്മി ഹെഡ് എല്ലാം. എന്നാൽ ബാക്കിയുള്ള സെല്ലുകൾ പരിശോധിച്ചപ്പോൾ രക്ഷപ്പെട്ട 3 പേരുടെയും സെല്ലിലുള്ള അതേപോലൊരു തുരങ്കം മറ്റൊരു സെല്ലിലും അവർ കണ്ടെത്തി. അലൻ വെസ്റ്റിന്റെ സെല്ലായിരുന്നു അത്. അലൻ വെസ്റ്റ് അന്ന് പരാജയപ്പെട്ടിരുന്നു. ശേഷം അയാൾ തിരികെ എത്തി തന്റെ സെല്ലിൽ കയറുകയും ചെയ്തിരുന്നു. പുറത്തു പോകാൻ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു അലൻ വെസ്റ്റ്. തുടർന്ന് FBI അലൻ വെസ്റ്റിനെ ചോദ്യം ചെയ്തത് മൂലമാണ് ഈ വിവരങ്ങളെല്ലാം പോലീസിന് മനസ്സിലായത്. അവരുടെ പ്ലാൻ എല്ലാം തന്നെ പോലീസിന് അലൻ വെസ്റ്റ് വിവരിച്ചു കൊടുത്തു. എന്നാൽ ബോട്ടിൽ കയറി തുഴഞ്ഞുപോയ മോറിസിനും ആംഗ്ലിൻ ബ്രദേഴ്സിനും പിന്നീട് എന്തുപറ്റി? പോലീസ് ശക്തമായ തെരച്ചിലാണ് 3 പേർക്കും വേണ്ടി നടത്തിയത്. എന്നാൽ 12 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പോലീസ് അവർ രക്ഷപ്പെട്ടത് അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെടാനുള്ള ചാൻസും കൂടുതലാണ്. എന്നാൽ പോലീസ് പറയുന്നത് അവർക്കൊരു രക്ഷപ്പെടൽ സാധ്യമല്ല എന്നാണ്. കാരണം അത്രയും ശക്തമായ തിരമാലകൾ അടിക്കുന്ന കടലിൽ കൂടി തുഴഞ്ഞു പോവുക അസാധ്യമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 3 പേരുടെയും ബോഡിക്കായി തിരച്ചിലുകൾ നടത്തിയെങ്കിലും പോലീസിന് അത് കണ്ടെത്താനായില്ല. അവർ ഉപയോഗിച്ച ബോട്ട് പോലും കണ്ടെത്താൻ സാധിച്ചില്ല. അവർ ചെന്ന് കയറുവാൻ സാധ്യതയുള്ള തീരങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അവിടെയെങ്ങും അവരുടെ സാന്നിധ്യം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതിനോടകം തന്നെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ വാർത്തയായി ഇത് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ഫേക്ക് ഇൻഫർമേഷൻസും പോലീസിന് ലഭിക്കുന്നുണ്ടായിരുന്നു. കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ നടത്തിയിട്ടും മോറിസിനെയും ആംഗ്ലിൻ ബ്രദേഴ്സിനെയും കുറിച്ച് ഒരു തെളിവ് പോലും കിട്ടിയില്ല. ഈ ഒരു ജയിൽ ചാട്ടം അൽക്കാട്രസ് പ്രിസന്റെ റെപ്യൂട്ടേഷനെ മോശമായി ബാധിച്ചിരുന്നു. അൽക്കാട്രസ് പ്രിസണെതിരായി ധാരാളം വാർത്തകളും വന്നു തുടങ്ങി. എന്തൊക്കെയാണെങ്കിലും ഉപ്പുജലത്തിന്റെ സാന്നിധ്യത്തിൽ ധാരാളം കേടുപാടുകളും ഈ പ്രിസണ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ 1963 മാർച്ച് 21 അൽക്കാട്രസ് പ്രിസൺ അവിടുത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് അടച്ചു മൂടപ്പെട്ടു. 17 വർഷങ്ങൾക്ക് ശേഷം 1979 ഡിസംബർ 31 FBI ഈ കേസ് ക്ലോസ് ചെയ്തു. അൻസൽ ഐലൻഡിലേക്കുള്ള അവരുടെ രക്ഷപ്പെടൽ കടലിൽ മുങ്ങിപ്പോകുന്നതിനാണ് സാധ്യതയെന്നായിരുന്നു FBI ഒഫീഷ്യൽ ഫൈൻഡിംഗ്. FBI അവരുടെ തെളിവുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാർഷൽ സർവീസിനും കൈമാറുകയുണ്ടായി. അവർ ഇപ്പോഴും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. മാർഷൽ സർവീസിന്റെ നിയമപ്രകാരം അവർ ഒരു കേസ് ക്ലോസ് ചെയ്യുക കേസ് തെളിയുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ മിസ്സിംഗ് ആയ മോറിസിനും കൂട്ടർക്കും 100 വയസ്സാകുമ്പോഴോ ആണ്. 1926 സെപ്റ്റംബർ 1 ജനിച്ച മോറിസിന് ഇപ്പോൾ വയസ്സ് 99.